നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ ഇനിയൊരു മലയാള സിനിമ തിയേറ്ററിൽ വിജയിക്കണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ജാതീയ സംഘടനകളുടെയോ കാരുണ്യം ഉണ്ടാകണമെന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമാ രംഗം എത്തിയിരിക്കുന്നു. ഇത് പറയാൻ കാരണം ഈ അടുത്ത സമയത്ത് ഒരുപാട് പ്രതീക്ഷകളോടെ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഒരു മോഹൻലാൽ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. നിരവധി പ്രത്യേകതകളാൽ മലയാള സിനിമാ രംഗത്തിന് അഭിമാനമായി മാറേണ്ടിയിരുന്ന 65 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സിനിമ ഏറെ നാളുകൾ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടേണ്ടിയിരുന്ന ഈ ചിത്രത്തെ സാമ്പത്തിക പരാജയമാക്കി മാറ്റി ഡീഗ്രേഡ് ചെയ്ത് തകർത്തു കളഞ്ഞു ചില ക്ഷുദ്രശക്തികൾ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കഥയിൽ VS റഫീഖ് തിരക്കഥ എഴുതി ലിജോ തന്നെ സംവിധാനം ചെയ്ത ഒരു ഉജ്ജ്വല മലയാള ചിത്രം. UP-യിൽ നടന്ന ശ്രീരാമ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും മോഹൻലാൽ പങ്കെടുത്തില്ല എന്ന ഏക കാരണത്താൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ അതിശക്തമായ ക്യാമ്പയിനുകൾ നടത്തി ഒരു ജാതി സംഘടന ഈ ചിത്രത്തെ പരാജയപ്പെടുത്തിയത് ഒരിക്കലും ആ സംഘടനയുടെ വിജയമല്ല, മറിച്ച് ലോക ക്ലാസിക് സിനിമാ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ സംസ്കാരത്തെയാണ് ഇക്കൂട്ടർ ശിഥിലമാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്ന വശ്യസുന്ദര ഭൂമികകളിൽ ചിത്രീകരിച്ച ഇന്ത്യൻ സിനിമയുടെ തന്നെ വിസ്മയമായി കാണാവുന്ന മധു നീലകണ്ഠന്റെ ഛായാഗ്രാഹക മികവിൽ ഗോകുൽദാസ് എന്ന കലാസംവിധായകന്റെ മാന്ത്രിക സ്പർശത്താൽ പ്രശാന്ത് പിള്ള എന്ന അതിവിദഗ്ധ സംഗീതജ്ഞന്റെ ശ്രവണ മനോഹര തൂവൽ സ്പർശത്താൽ ദിബു ജോസഫ് കൂട്ടുയോജിപ്പിച്ച മലൈക്കോട്ടെ വാലിബൻ എന്ന വെള്ളിത്തിരയിലെ പ്രൗഢഗംഭീരമായ ഒരു സിനിമ മലയാള സിനിമാ പ്രേമികളുടെ കണ്ണീർ നനവോടെ വിസ്മൃതിയിൽ ആണ്ടിരിക്കുന്നു. മോഹൻലാലിനോടുള്ള ആരാധന കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹീത കഴിവുകളിൽ ലോകത്തിൽ തന്നെ മികച്ച 15 അഭിനേതാക്കളിൽ ഒരാളായ മലയാളത്തിന്റെ വൈഡൂര്യ തിളക്കമായ ഈ മഹാനടനെയും സിനിമയെയും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് പരാജയപ്പെടുത്തുവാനുള്ള വർഗരാഷ്ട്രീയത്തിന്റെ ശ്രമങ്ങൾ സിനിമാ വ്യവസായത്തെ വരും കാലങ്ങളിൽ എത്രത്തോളം ഗൗരവം ബാധിക്കുമെന്ന് മനസ്സിലാക്കണം. പേരുകളുടെ വാല് നോക്കിയും വിശ്വസിക്കുന്ന ആശയങ്ങൾ പരസ്പരം പരിശോധിച്ചും ഏത് സിനിമ തിയേറ്ററിൽ വിജയിക്കണം, ഏതിനെ പരാജയപ്പെടുത്തണം എന്ന രാക്ഷസീയ പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ സിനിമാ സംസ്കാരത്തിന് യോജ്യമല്ല എന്നും രാഷ്ട്രീയവും വർഗവർണ്ണങ്ങളും കൂട്ടിക്കുഴച്ച് കലയെയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും തച്ചുടയ്ക്കരുത് എന്ന അഭ്യർത്ഥനയോടെ തൽക്കാലം വിടാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.